CPI ജനറൽ സെക്രട്ടറി പദവിയിൽ ഡി രാജ തുടരും. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെല്ലാം പ്രായപരിധി ബാധകമാക്കിയെങ്കിലും രാജയ്ക്ക് മാത്രമാണ് ഇളവ് അനുവദിച്ചത്. കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്നും ബിനോയ് വിശ്വം സ്വയം ഒഴിഞ്ഞു. ദേശീയ കൗൺസിലിലേക്ക് VS സുനിൽകുമാറിനെ വീണ്ടും തഴഞ്ഞു. RSSനും BJPക്കുമെതിരെ പോരാട്ടം ശക്തമാക്കുമെന്ന് ഡി രാജ പറഞ്ഞു. Country is passing through a very critical period and there are grave threats to the very constitution of our country, very democracy of our country, very idea of social justice, very idea of federalism. In such a situation, such a period, we will have to take up this challenge with great might and commitment. വിവരങ്ങളുമായി തൗഫീഖ് അസ്ലമുണ്ട്. തൗഫീഖ്, എന്തൊക്കെയാണ് കൗൺസിലിന്റെ തീരുമാനങ്ങൾ? ആരൊക്കെയാണ് ദേശീയ കൗൺസിലിൽ ഇടം നേടിയത്? ആരൊക്കെയാണ് പുറത്തായത്? ഈ മണിക്കൂറുകൾ നീണ്ട ചർച്ചക്കൊടുവിലാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അതോടൊപ്പം തന്നെ കൗൺസിൽ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്ക് ആളുകളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. വലിയ രീതിയിലുള്ള തർക്കങ്ങൾ വിവിധ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ആ തർക്കങ്ങളെല്ലാം രമ്യമായി പരിഹരിച്ചുകൊണ്ടാണ് ആ പുതിയ ആളുകളെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പ്രായപരിധി ഇളവിനെ ചൊല്ലി കടുത്ത എതിർപ്പാണ് റിപ്പോർട്ട് അവതരണത്തിനിടെ കേരളാംഗങ്ങൾ ഉൾപ്പെടെ ഉയർത്തുകയും ചെയ്തത്. പ്രായപരിധി 75 നിബന്ധന കർശനമാക്കണമെന്ന് കേരളം പൊതുചർച്ചയിൽ നിലപാടെടുത്തിരുന്നെങ്കിലും ഈ വലിയ ചർച്ചകൾക്കൊടുവിൽ കേരളം അഴിയുകയായിരുന്നു. അതേസമയം സെക്രട്ടേറിയറ്റിലും കൗൺസിലിലും പ്രായപരിധി പാലിച്ച് പുതിയ ആളുകളെ കൊണ്ടുവരാനും തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ആളുകളെ ഇപ്പോൾ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ CATU ജനറൽ സെക്രട്ടറി AITUC ജനറൽ സെക്രട്ടറി അമർജിത് കൗറിന്റെ പേരുൾപ്പെടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കേട്ടിരുന്നു. എന്നാൽ അവർ ആ സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് മാറുകയും പിന്നീട് രാജയിലേക്ക് തന്നെ ചർച്ച കേന്ദ്രീകരിക്കുകയും ചെയ്തത്. താൻ ഒഴിയാൻ സന്നദ്ധയാണെന്ന് രാജ ഒരിക്കൽ പോലും നേതൃത്വത്തെ അറിയിച്ചിരുന്നില്ല. കാരണം ഒരു ടൈം കൂടി തനിക്ക് ജനറൽ സെക്രട്ടറിയായി തുടരാൻ നൽകണമെന്ന് രാജയുമായി ബന്ധപ്പെട്ട ആളുകൾ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാജ്യത്തെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോയത്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ രാജ്യത്തെ തന്നെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം, വിഭജന രാഷ്ട്രീയത്തെ ചെറുക്കാനാണ് തന്റെ പാർട്ടി ശ്രമം നടത്തുന്നത്. അതിനിയും തുടരും. ഫാസിസ്റ്റ് സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്, അവർക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തണം, അവരെ അധികാരത്തിൽ നിന്ന് ഇറക്കണം എന്നുകൂടി രാജ ഈ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു.